ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ MG രാജൻ ആസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ഉലകമേ നീ ഉയർച്ച നൽകി ഉപചരിക്കേണ്ട, എന്നെ നീ ആകർഷിക്കേണ്ട. ഉലകമേ നീ ഉയർച്ച നൽകി ഉപചരിക്കേണ്ട, എന്നെ നീ ആകർഷിക്കേണ്ട. കുരിശെടുത്തൻ ഗുരുവിൻ പിൻപേ പോകണമല്ലാതെനിക്കും ആശ വേറില്ല. കുരിശെടുത്തൻ ഗുരുവിൻ പിൻപേ പോകണമല്ലാതെനിക്കും ആശ വേറില്ല. സ്നേഹച്ചരടുകളാൽ എന്നെ യേശു ചേർത്തു ബന്ധിച്ചു, തൻ കുരിശോടെന്നെ ഒന്നിച്ചു, ഞാനെല്ലാം തന്നിലർപ്പിച്ചു. ദൈവതിരുനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. മലാഖി പ്രവാചക പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യത്തിലെ ചോദ്യം പിന്നെയും വായിക്കുവാൻ സന്തോഷമുണ്ട്. സൈന്യങ്ങളുടെ യഹോവ അവൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു. ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ പുരോഹിതന്മാരോട് ദൈവം ചോദിക്കുകയാണ്, നിങ്ങൾ അവൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരല്ലയോ എന്ന്. കഴിഞ്ഞ ആഴ്ചയിലെ പുരോഹിതന്മാരെക്കുറിച്ചും അവരെ ദൈവമാക്കി വെച്ചതിനെക്കുറിച്ചും അവരുടെ ശുശ്രൂഷകളെക്കുറിച്ചും സൂചിപ്പിക്കുവാൻ ദൈവം സഹായിച്ചു. പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പത്രോസിൻ്റെ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ നമ്മെ രാജകീയ പുരോഹിത വർഗമാക്കി ദൈവം തീർത്തിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. രാജകീയ പുരോഹിത വർഗമാക്കി നമ്മെ വച്ചിരിക്കുമ്പോൾ ഇതേ കാര്യം പഴയ നിയമത്തിൽ മലാഖിയുടെ പ്രവാചകനിലൂടെ ദൈവം ഇസ്രായേലിനോട് ചോദിച്ച അതേ ചോദ്യം ഇന്ന് ദൈവസഭകളോട്, ദൈവമക്കളോട്, ദൈവദാസന്മാരോട്, ദൈവജനത്തോട് ദൈവം ചോദിക്കുന്നുവെങ്കിൽ അതിനുത്തരവാദി ഞാനും നിങ്ങളും നാം ഓരോരുത്തരുമാണ് എന്നുള്ളത് നാം മറന്നു പോകുവാൻ പാടില്ല. ദൈവത്തെ തുച്ഛീകരിക്കുന്ന യുവതി യുവാക്കന്മാരെ നോക്കി ഇന്നത്തെ ആളുകൾ പറയുന്നു, ഈ ജനം, ഈ യുവതി യുവാക്കന്മാർ ദൈവഭയമില്ലാത്തവരാണ്, ഇവർ ദൈവത്തെ ഭയപ്പെടുന്നില്ല. എന്തുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുന്നില്ല? അവർ നോക്കി പറയാനുള്ള ഒറ്റ വാക്കേ ഉള്ളൂ, ദൈവസഭയെ അനുസരിക്കുന്നില്ല എന്നുള്ളത്. അതിലൊരു വസ്തുത ഇല്ലാതില്ല. പല യുവതി യുവാക്കന്മാർക്കും ഇന്ന് സഭയിൽ വരുന്നതിനും ദൈവത്തെ ആരാധിക്കുന്നതിനും ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിനും സമയം പോരാ. അവർക്കതിന് താല്പര്യമില്ല, അതിന് സമയമില്ല, താല്പര്യമില്ല, സന്തോഷമില്ല. മറ്റു പല കാര്യങ്ങളിലുമാണ് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എല്ലാവരും അങ്ങനെയാണ് എന്ന് ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല, ഞാൻ ആരെയും കുറ്റം പറയുകയുമല്ല. പക്ഷേ പൊതുവെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് സൂചിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. ഏത് സഭകളിൽ ചെന്നാലും യുവതിവാക്കന്മാരെ ഓർത്ത് നിലവിളിക്കുന്ന ചില പിതാക്കന്മാർ, മാതാക്കളെ അവിടെ കാണാനായിട്ട് സാധിക്കും. ആത്മാർത്ഥമായി ദൈവസഭയെ സ്നേഹിക്കുന്ന ഭക്തന്മാർക്ക് വരും തലമുറയെ ഓർത്ത് കരയുക എന്നുള്ളത്, അവരെ ഒന്ന് നേരായ പാതയിൽ നടത്താനുള്ള ഒരാഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ അപേക്ഷിക്കുക എന്നുള്ളത് ഒരു ചുമതലയായിട്ട് അവർ കാണുകയാണ്. അതുകൊണ്ട് അവർ തലമുറയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളിക്കുക. ഞാൻ നിലവിളിക്കണം, തലമുറ നശിച്ചു പോകാതിരിക്കാൻ നാം നിലവിളിക്കേണ്ടുന്നത് അത്യാവശ്യമാണ്. ഈ തലമുറ വളരെ നാശത്തിലേക്ക് പോകുന്നു.
ദുരുപദേശങ്ങളിലേക്ക് പോകുന്നു, തെറ്റായ കൂട്ടുകെട്ടിലേക്ക് പോകുന്നു, വശപ്പശയിൽ ചെന്ന് ചാടുകയാണ്. ശരിയായിട്ടുള്ള അടിസ്ഥാനപരമായ ഉപദേശ വിഷയങ്ങൾ അറിയാൻ മേലാത്തവരായി മാറുകയാണ്. രക്ഷയെക്കുറിച്ചും രക്ഷയുടെ മഹത്വത്തെക്കുറിച്ചും മനസ്സിലാക്കാതെ ശരിയായ വേർപാടും വിശുദ്ധിയും ഇല്ലാതെ ജീവിച്ച് പോകുന്നവരായി തീർന്നിരിക്കുക. എവിടെയും പോകാം, എന്തും ചെയ്യാം, എന്തും കാണിക്കാം, സഭയിലും വരാം എന്ന് ചിന്തിക്കുന്ന ഒരു പറ്റവും നമ്മുടെ ഇടയിലുണ്ട്. ഇതെല്ലാം തുറന്നു പറയുമ്പോൾ എന്നോട് പരിഭവം തോന്നരുത്. പക്ഷേ പ്രിയമുള്ളവരെ, നാം ദൈവത്തെ തുച്ഛീകരിക്കുന്നവരായി മാറുകയാണ്. സ്വർഗത്തിൽ നിന്ന് ദൈവം നോക്കുമ്പോൾ എല്ലായിടത്തും പോവുകയും എല്ലാത്തിലും പങ്കെടുക്കുകയും സഭയിൽ വരികയും ഞാൻ ഇവിടെയുമുണ്ട് അവിടെയുമുണ്ട് എല്ലായിടത്തും ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നത് ശരിയായ വേർപാടല്ല, ശരിയായ വിശുദ്ധിയല്ല, ശരിയായ ദൈവഭക്തിയല്ല, ശരിയായിട്ടുള്ള ആരാധനയല്ല, ശരിയായിട്ടുള്ള വിശ്വാസത്തിൻ്റെ ക്രമീകരണങ്ങളല്ലത്. പല പിതാക്കന്മാർക്കും ഈ യാഥാർത്ഥ്യം പച്ചയായി പറയുവാൻ കഴിയാതെ പോകുന്നു. കാരണം പലരും അവരുടെ ജീവിതത്തിൽ, അവരുടെ യൗവനകാലങ്ങളിൽ ഈ നിലകളിൽ ഇന്നത്തെ യൗവനക്കാർ ജീവിച്ചു പോലെ ജീവിച്ചവരാ. പലരുടെയും മുമ്പിൽ അവർക്ക് നിൽക്കാൻ കഴിയാതെ പോകുന്നു. അതുകൊണ്ട് അപ്പോൾ പ്രിയമുള്ളവരെ, ദൈവം നമ്മെ നോക്കി പറയുന്നൊരു വാക്കാണ് ഇവിടെ ഇസ്രായേലിനെ നോക്കി പറഞ്ഞത്: നിങ്ങൾ എൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു. ജോലിസ്ഥലത്ത്, കോളേജിൽ, സ്കൂളിൽ, ഭവനങ്ങളിൽ, നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ വിശ്വാസം എങ്ങനെ? പിതാക്കന്മാർ യുവതിയുവാക്കന്മാരെ കുറ്റം പറയുമ്പോൾ ഇന്നത്തെ യുവതിയുവാക്കന്മാർക്ക് തിരിഞ്ഞു നിന്ന് പറയാനുണ്ട്. പല സഭകളിലും ആരാധനയുണ്ട്, പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, പല പരിപാടികളുമുണ്ട്, കൺവെൻഷനുമുണ്ട്, ക്രൂസേഡുകളുണ്ട്, ഒരുപാട് പരിപാടികളുണ്ട്. പക്ഷേ ഇത് നടത്തുന്നവരുടെ ഉള്ളിൽ പരസ്പരം ഒരു സ്നേഹമോ ഐക്യമോ സന്തോഷമോ ഒന്നും കാണാതെ വരുമ്പോൾ ഇന്നത്തെ യുവതിയുവാക്കന്മാർ ഇവരുടെ ഈ വെപ്രാളവും ഈ മത്സരബുദ്ധിയും, ഒരാൾ മറ്റൊരാൾക്ക് കീഴടങ്ങാതെ വരുന്നതും, സ്ഥലം സഭയിലെ പല പ്രശ്നങ്ങളും ബഹളവും ഒച്ചപ്പാടും ഇതെല്ലാം കണ്ട് യുവതിയുവാക്കന്മാർ മടുത്തു. പല ആളുകളും സഭ വിട്ടുപോവുകയാണ്. പലർക്കും ദൈവസഭയിൽ വന്നാൽ ശരിയായിട്ടുള്ളൊരു ആത്മീയ സന്തോഷം ഇന്നത്തെ യുവതിയുവാക്കന്മാർക്ക് പലർക്കും പല സഭകളിലും കിട്ടുന്നില്ല. ഒരു ആത്മീയ സന്തോഷം കിട്ടണ്ടേ? ഒരു കൂട്ടായ്മ ലഭിക്കണ്ടേ? അടുത്തു വന്ന് മകനെ, മകളെ, സഹോദര, സഹോദരി എന്ന് പറഞ്ഞൊന്ന് കൈ കൊടുക്കാൻ ഒരാളുണ്ടാകണ്ടേ? പ്രിയമുള്ളവരെ, എന്തിനോ വേണ്ടി വന്നു, ഇരുന്നു, എല്ലാം കഴിഞ്ഞപ്പോൾ ആദ്യം ഇറങ്ങി ചാടിപ്പോയി. ചിലവർ ഒടുവിലായി വരുന്നു, ആദ്യം ഇറങ്ങിപ്പോകുന്നു. ആർക്കോ വേണ്ടി വന്നതുപോലെയാണ്. ചിലർ വരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷേ എന്തോ ഒരു മത്സരബുദ്ധി പോലെയാണ് ചെയ്യുന്നത്. ഞാനിത് ആർക്കും വിട്ടുകൊടുക്കുകയില്ല. ചിലർ ഇതിനുള്ളിൽ ആത്മാർത്ഥതയോടെ ദൈവത്തെ ഭജിച്ച് ഭക്തിയോടെ ചെയ്യുന്നവരുമുണ്ട്. ദൈവസന്നിധിയിൽ ഭക്തിയോടെ ഇരിക്കുന്നവരുമുണ്ട്. അങ്ങനെയുള്ള ചിലർ ദൈവസഭകളിൽ ഉള്ളതുകൊണ്ടാണ് ദൈവസഭകൾ നിലനിൽക്കുന്നതെന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർ മത്സരബുദ്ധിക്കാരല്ല, പിടിച്ചുപറിക്കാരല്ല. അവരൊരു പക്ഷെ വളരെ ശാന്തരായിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഭക്തരായിരിക്കാം. സ്ഥാനമോ മാനമോ കാര്യങ്ങളോ അവർ ആഗ്രഹിച്ചിട്ടുണ്ടാകില്ല. പക്ഷേ അവരുടെ കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനയാണ് പല സ്ഥലം സഭകളുടെയും നിലനിൽപ്പിന് ഇന്ന് കാരണം. പക്ഷെ പലരും ചിന്തിക്കുന്നത് ഞാനുള്ളത് കൊണ്ട് ഈ സഭ നിലനിന്ന് പോകുന്നതെന്നാണ്. ഞാനില്ലെങ്കിൽ സഭയേ ഇല്ലാതെ നീ ചിന്തിക്കും. ദൈവം പറയുകയാണ്, നീ എൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു എന്ന്. ദൈവം മനസ്സിൽ വിഷമം തോന്നിയിട്ടാണ് ഇസ്രായേലിനോട് ഈ ചോദ്യം ചോദിക്കുന്നത്.
അവിടെ ആരാധനയില്ലേ? ഉണ്ട്. ബലിയില്ലേ? ഉണ്ട്. പാപപരിഹാരത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ നടക്കുന്നില്ലേ? ഉണ്ട്. ധൂപകലശം ഇല്ലേ? ഉണ്ട്. എല്ലാം ഉണ്ട്. പ്രോഗ്രാമുകളെല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ ദൈവം വളരെ വേദനയോടെ പറയുകയാണ്, ഇതെല്ലാം നീ ചെയ്യുന്നുണ്ടെങ്കിലും, അല്ലയോ ഇസ്രായേലേ, നീ എൻ്റെ നാമത്തെ തുച്ഛീകരിക്കുക. നീ എന്നെ അപമാനിക്കുന്നവനാ, നീ എന്നെ വേദനിപ്പിക്കുന്നവനാ, നീ എൻ്റെ നാമത്തെ നിസ്സാരവൽക്കരിച്ചിരിക്കുകയാണ്, നീ എന്നെ ഭയപ്പെടുന്നവനല്ല. എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ ദൈവഭയമില്ല. പല സഭകളിലെയും പല ആളുകളും എല്ലാം ചെയ്യുന്നവരാണ്. വളരെ വേദനയോടെ പറയട്ടെ, പലരും ദൈവഭയമില്ലാത്തവരാ. ദൈവത്തെ ബഹുമാനിക്കാത്തവരാ. ശരിയായ ഹൃദയത്തിൽ നിന്ന് ദൈവഭയമില്ലാതെ, ദൈവത്തെ ബഹുമാനിക്കാതെ, ദൈവത്തെ സ്നേഹിക്കാതെ, ഞാൻ സഭയിലെ ഇന്ന ആളാണ്, ഞാനാണ് ഇതിൻ്റെ ഇന്നയാളെന്ന് പറയുന്നത് കൊണ്ട് യാതൊരു മഹത്വവും ഇല്ല, ഒരു പ്രയോജനവും. തലമുറയ്ക്ക് പോലും അതൊരു അനുഗ്രഹമല്ല. അതുകൊണ്ടാ പല യുവാക്കന്മാരും ദൈവസഭകളിൽ വരാൻ മടിക്കുന്നത്. തിരിച്ചറിയണം. ഭയം നമ്മിലുണ്ടാകട്ടെ. എന്നിലും താങ്കളിലും, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങളിലും ദൈവഭയം ഉണ്ടാകട്ടെ. ദൈവം അത് ആഗ്രഹിക്കുക. നാം ദൈവത്തെ തുച്ഛീകരിക്കുന്നവരായി തീരാതെ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നവരായി വരുന്ന ദിവസങ്ങളിൽ ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടട്ടെ.